ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയുടെ സുരക്ഷ വളരെ വലിയ ഒരു താല്പര്യ വിഷയമാണ്. പല കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജനസംഖ്യയുടെ, പ്രത്യേകിച്ചും മലയാളികളായ ഭാരതീയരുടെ, കേരളീയരുടെ ഒരു നല്ല പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ, പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. നോക്കൂ, പേർഷ്യൻ ഗൾഫിന്റെ ഒരു 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 ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ നോക്കൂ. ഇറാൻ എന്ന പേർഷ്യ, അത് വടക്ക്, ആ ഇറാന്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയും അതിനോട് ചേർന്ന് നിൽക്കുന്ന UAEയും ഒമാനും ഖത്തറും ബഹ്റിനും കുവൈറ്റും എല്ലാം തന്നെ പേർഷ്യൻ കടലിടുക്കിന്റെ സമീപത്തുള്ള രാജ്യങ്ങളാണ്. ഇറാൻ എന്ന രാജ്യത്ത് നടക്കുന്ന എന്ത് സംഭവവും, ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നാൽ ആ യുദ്ധത്തിന്റെ സ്പിൽ ഓവർ ഇഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് അത് തീർച്ചയായും അറബി ലോകത്ത് മുഴുവനും, പ്രത്യേകിച്ചും ഇറാന്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ഏറെ ഇന്ത്യക്കാർ വസിക്കുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്തും എന്നതിൽ സംശയമില്ല. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ സാമ്പത്തികമായ അസ്ഥിരത അത് ഇന്ത്യയുടെ വരുമാനം കുറയ്ക്കും, ഉറപ്പായും വരുമാനം കുറയ്ക്കും. അതൊന്ന്, ഇന്ത്യക്ക് ലഭിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ നല്ലൊരു പങ്ക് പ്രവാസി ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന വിദേശ നാണ്യമാണ്. അങ്ങനെ വിദേശ നാണ്യ കരുതൽ നിക്ഷേപത്തിൽ കുറവ് വരും, അതാണൊന്ന്. രണ്ട്, ആ പ്രദേശം അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെടും. എണ്ണയുടെ വില, അതായത് ക്രൂഡ് ഓയിലിന്റെ വില സ്കൈ റോക്കറ്റ് ചെയ്യും, സർവകാല റെക്കോർഡ് ഭേദിച്ചു കൊണ്ടുപോകും. നമ്മൾ സ്വയം പര്യാപ്ത രാജ്യമല്ല. എണ്ണയുടെ കാര്യത്തിൽ ഭാരതം സ്വയം പര്യാപ്ത രാജ്യമല്ലാത്തത് കൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ പ്രധാനമായും ഇറാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നു. റഷ്യയിൽ നിന്നും ലാഭകരമായി നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായി. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്ക് നിലനിൽപ്പിനായി എണ്ണ ലാഭകരമായി ഇന്ത്യക്ക് വിൽക്കേണ്ടി വരുന്നു. റൂബിൾ ടേംസിൽ എണ്ണ വ്യാപാരം അവിടെ നടന്നു. പക്ഷെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോഴും എണ്ണ ഗൾഫ് പ്രദേശത്ത്, മധ്യപൂർവ്വ പ്രദേശത്തെ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും അവരുടെ സപ്ലൈയും മൂവ്മെന്റും യുദ്ധം കാരണം തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ വളരെ വലിയൊരു സോഴ്സ് ആണ്, എണ്ണ സോഴ്സ് ആണ്, ക്രൂഡ് ഓയിൽ സോഴ്സ് ആണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് രണ്ട്. മൂന്ന്, നമ്മുടെ ജനസംഖ്യ, നമ്മുടെ രാജ്യത്തെ ഒരു 1000 പേരെങ്കിലും ഇറാനിൽ ജോലി ചെയ്യുന്നു. ചെറിയൊരു നമ്പർ ആയിരിക്കും 10,000 പേർ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 10,000 പേർ. പക്ഷെ അവരുടെ സുരക്ഷ, നമ്മുടെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻ ഇറാൻ 10,000 പീപ്പിൾ, അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഇസ്രയേൽ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ ഒരു 4-5 വർഷമായി വലിയ തോതിലാണ് ഇന്ത്യക്കാർ ഈ ഹെൽത്ത് കെയർ സെക്ടറിലും ഈ പ്രായമുള്ളവരെ പരിചരിക്കാനും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും പഠന ആവശ്യത്തിന് വേണ്ടിയുമൊക്കെയായി ഇസ്രയേലിലെത്തിയ ഇന്ത്യക്കാർ. മുൻകാലങ്ങളിൽ ഇസ്രയേൽ പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ടൂറിസം ആവശ്യത്തിന് വേണ്ടി പോകുന്നു. അത് പോയാൽ തിരിച്ചു വരും. അല്ലാതെ അവിടെ താമസിക്കാനും ജോലി ചെയ്യാനുമായി 80,000 പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആർ നൗ ഇൻ ഇസ്രായേൽ. അവരുടെ സുരക്ഷ ഭാരതത്തിന്റെ വലിയ സുരക്ഷയാണ്. അത് മാത്രമല്ല, കപ്പൽ വ്യാപാരം, 2 കടലിടുക്കുകൾ, ഇറാൻ നിയന്ത്രിക്കുന്ന 2 കടലിടുക്കുകളുണ്ട്. ഒന്ന് പേർഷ്യൻ ഗൾഫ് മേഖല, ആ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കയറുന്ന ഒമാൻ സ്ട്രെയിറ്റ്, അവിടെയുള്ള ഹോർമൂസ് കടലിടുക്ക്, അവിടെ ഇറാനിയൻ കപ്പലുകളുടെ തേർവാഴ്ചയാണ്. അത് ലംഘിച്ചുകൊണ്ട് വേണം ഇന്ത്യൻ കപ്പലുകൾക്ക് ഉൾപ്പെടെ അമേരിക്കൻ കപ്പലുകൾക്ക് ഉൾപ്പെടെ പേർഷ്യൻ ഗൾഫിലേക്ക് കയറാനും UAEയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ബഹ്റിനിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെ എണ്ണ കൊണ്ടുവരാനും ആ ഇറാൻ നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കടക്കേണ്ടി വരും. അത് വലിയ വൈതരണി തന്നെയാണ്. ആ കടലിടുക്കിൽ വെച്ചാണ് ഒരു ഇസ്രയേലി കപ്പൽ, ഇസ്രയേലി ഉടമസ്ഥതയിലുള്ള കപ്പൽ, 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ള നമ്മുടെ ടെസ ഉൾപ്പെടെ, ഇപ്പൊ മോചിക്കപ്പെട്ട ടെസ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അത് മാത്രമല്ല, ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതികൾ നിയന്ത്രിക്കുന്ന യമന്റെ തീരത്തുള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക്, അതിലേക്കാണ് റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്നത്. ആ കടലിടുക്ക്, ഒമാൻ കടലിടുക്കിന് ബദലായി ചെങ്കടലിലേക്കുള്ള കടലിടുക്ക്, ആ കടലിടുക്ക് നിയന്ത്രിക്കുന്നതും ഇറാൻ അനുകൂല ഷിയ സംഘടനകളൊക്കെയാണ്. അവിടെ ഇറാനെ പിണക്കുന്ന ഒരു തീരുമാനം എടുക്കാനാവില്ല. ഇസ്രായേലിന് അവിടെ നിന്ന് നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷേ ഇറാൻ വളരെ വലിയ പരിഗണനാ വിഷയമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ഇറാൻ നമ്മുടെ പാകിസ്ഥാനുമായി നമുക്ക് നല്ല ഒരു ചങ്ങാത്തമില്ല എന്ന് നമുക്കറിയാം. പാകിസ്ഥാനെ ബാലൻസ് ചെയ്യാൻ ഇറാനെയാണ് പരമ്പരാഗതമായിട്ട് ഇന്ത്യ ഉപയോഗിച്ചിരുന്നത്. ഇറാന്റെ നാവിക താവളങ്ങളും ഇറാന്റെ പോർട്ടുകളും ചബഹാർ തുറമുഖം ഉൾപ്പെടെ വികസിപ്പിക്കാൻ വലിയ സാമ്പത്തിക സഹായമാണ്, സാമ്പത്തികവും സാങ്കേതികവുമായ സഹായമാണ് ഭാരതം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇറാൻ ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യസ് സ്കീം ഓഫ് തിങ്സ്. അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടുന്ന, ഇസ്രയേൽ ഉൾപ്പെടുന്ന ഒരു യുദ്ധമുണ്ടായാൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ പാളും. അത് മാത്രമല്ല, നമ്മൾ I2U2 സഖ്യത്തിലെ പങ്കാളികളാണ്.
ഇന്ത്യ ഇസ്രായേൽ, അതാണ് I2, U2, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് UAE, ഈ 4 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സഖ്യമുണ്ട്. ഒരു വ്യാപാര വാണിജ്യ ഒരു സ്ട്രാറ്റജിക് ഇക്കണോമിക് ആൻഡ് ട്രേഡ് പാർട്ട്ണർഷിപ്പാണ്. ആ പാർട്ട്ണർഷിപ്പിന് എന്ത് സംഭവിക്കും? അത് വലിയ ചോദ്യമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു G20 മീറ്റിംഗിൽ, ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര G20 മീറ്റിംഗിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു തീരുമാനമുണ്ട്. ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ. അതിൽ UAE-യും ഇസ്രയേലും ജോർദാനും സൗദി അറേബ്യയും ഒക്കെ പങ്കാളികളാണ്. അതുകൊണ്ട് യൂറോപ്പിലേക്കുള്ള നമ്മുടെ വ്യാപാര ഇടനാഴി, അതായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി നമ്മൾ പഴയ സിൽക്ക് റൂട്ട്, നമ്മൾ പഴയ സ്പൈസ് റൂട്ട് പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതിന് ഒരുപക്ഷെ ഭ്രംശം നേരും. അപ്പൊ പശ്ചിമേഷ്യ ഇപ്പോഴുള്ള സ്റ്റേറ്റസ് കോ, ഇപ്പോഴുള്ള അവസ്ഥയിൽ സമാധാനപരമായി നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയുടെ മാത്രം ആവശ്യമല്ല, ഭാരതത്തിന്റെ കൂടെ ആവശ്യമാണ്. അവിടെ ഉണ്ടാകുന്ന ഏത് യുദ്ധവും അസ്ഥിരതയും ഭാരതത്തിന്റെ വാണിജ്യ വ്യവസായ താല്പര്യങ്ങളെയും മാനുഷിക താല്പര്യങ്ങളെയും തൊഴിൽ താല്പര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.